ഇന്ന് നമുക്ക് പച്ചത്തക്കാളി കൊണ്ട് നല്ല ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ അടുക്കളത്തോട്ടത്തിൽ നിന്ന് 2-3 തക്കാളി പൊട്ടിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. അതിൽ നമുക്കൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു സവാള കനം കുറച്ചരിഞ്ഞ് നീളത്തിലരിഞ്ഞത് അതും കൂടി ചേർക്കാം. എരിവിന് ആവശ്യമായ ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളകാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത്. ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും 2-3 അല്ലി ചുവന്നുള്ളിയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റുക. നമുക്ക് കറിയുടെ ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർക്കരുത്. മുളക് പൊടി ചേർത്താൽ ഇതിൻ്റെ കളറ് പോകും. അതുകൊണ്ട് മുളക് പൊടി ചേർക്കാതെ എരിവിന് ആവശ്യമായ പച്ചമുളക് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ നൈസായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വാടിക്കിട്ടാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 1 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനുണ്ടെങ്കിൽ 2-3 ചെമ്മീനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കൂടുതൽ ടേസ്റ്റ് ആവും. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. പച്ചത്തക്കാളി നല്ല അടിപൊളി സ്വാദാണ്. നല്ല തോരനാണിത്. ചോറിന് കൂടിയും ചപ്പാത്തിനും കൂടിയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഈ പച്ചത്തക്കാളി കൊണ്ട് ഉടഞ്ഞു പോകില്ല. നമ്മൾ പഴുത്ത തക്കാളിയാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ വളരെ കുഴഞ്ഞു പോകുള്ളൂ. ഇത് നല്ല അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പത്തിരിക്കും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനായ ഒരു തോരനാണ്. ഇതുപോലെ നിങ്ങൾക്ക് പച്ചത്തക്കാളി കിട്ടുമ്പോൾ അതൊന്ന് തയ്യാറാക്കി നോക്കുക. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ പച്ചത്തക്കാളി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. നല്ല സ്വാദാണ്. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.